ഇസ്ലാമിസ്റ്റുകളുടെ വാദങ്ങളെ മലർത്തിയടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പെൺകുട്ടികൾ ന്യൂനപക്ഷ സമുദായത്തിലെയോ ഭൂരിപക്ഷ സമുദായത്തിലെയോ മകളായല്ല, ഇന്ത്യയുടെ മകളായാണ് വളരേണ്ടതെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ അറിവുള്ളവർ മുൻപോട്ട് വരട്ടെ. അവർ സ്വസമുദായത്തോട് നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ദേശീയ പ്രാധാന്യമുള്ളതും മതപരവുമായ വിഷയങ്ങളിൽ സ്വതന്ത്രമായ നിലപാട് എക്കാലവും വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുള്ളയാളാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹിജാബ് വിവാദം ദേശീയ തലത്തിൽ ചർച്ചയാകുമ്പോൾ കേരള ഗവർണർ തൻ്റെ ഉറച്ച നിലപാട് ഇപ്പോൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. സ്വസമുദായത്തിൽ നിന്ന് വളർന്നു വരുന്ന മത തീവ്രവാദത്തെയും മറ്റ് ദുഷിപ്പുകളെയും തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കർണാടകയിലെ ഹിജാബ് വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഷെബാനു കേസ് അട്ടിമറിച്ചവരാണ് ഇതിന് പിന്നിൽ. മുത്തലാഖ് നിരോധിച്ചതിൽ വിഷമിക്കുന്നവരാണ് ഹിജാബ് വിവാദമാക്കുന്നത്. ഇത്തരം വിലക്കുകൾ മുസ്ലിം സ്ത്രീകളുടെ പുരോഗതിയെ തടയുമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. പെൺകുട്ടികളെ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടാനുള്ള ഗൂഢശ്രമമാണ് ഹിജാബ് വിവാദത്തിന് പിന്നിൽ നടക്കുന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള താല്പര്യം കുറയാൻ ഇത് കാരണമാകുമെന്നും ഗവർണർ സൂചിപ്പിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിഫോം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. വീട്ടിലും പൊതുയിടങ്ങളിലും ഇഷ്ടമുള്ള വേഷം ധരിക്കാം. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് പാടില്ല. അവിടെ യൂണിഫോം നിർബന്ധമാക്കുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ഹിജാബ് ധരിക്കണമെന്നുള്ളവർക്ക് ഹിജാബ് അനുവദിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാൻ കഴിയും. സ്ത്രീകൾ ഇന്ന രീതിയിൽ വേഷം ധരിക്കണമെന്നോ ഹിജാബ് എന്ന പദം സ്ത്രീകളുടെ വേഷവുമായി ബന്ധപ്പെടുത്തിയോ ഖുറാനിൽ പറയുന്നില്ല. ഇത് സ്ത്രീകളുടെ വേഷവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പ്രധാന തൊഴിൽ മേഖലകളിലേക്കുള്ള മുസ്ലിം പെൺകുട്ടികളുടെ കടന്നുവരവ് തടസ്സപ്പെടും. മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷമെന്ന് വിളിച്ച് മാറ്റി നിർത്തിയത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും താൻ ന്യൂനപക്ഷക്കാരനായി അറിയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്ത്യൻ പൗരനായാണ് ചിന്തിക്കുന്നതെന്നും ഗവർണർ ദൃശ്യമാധ്യമങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. മുൻപ് ഹിജാബ് വിവാദം ആരംഭിച്ചപ്പോൾ സൗന്ദര്യം മറച്ചുവെക്കുകയല്ല വേണ്ടത്, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സ്ത്രീകൾ ഹിജാബിനെതിരായിരുന്നു എന്ന് ഗവർണർ പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. മത തീവ്രവാദത്തിനെതിരെയുള്ള ഗവർണറുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് താലിബാനിസം ഇന്ത്യയിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വസമുദായത്തിലെ സമുന്നതനായ ഒരു വ്യക്തി തങ്ങൾക്കെതിരെ തിരിഞ്ഞതിൻ്റെ രോക്ഷത്തിലാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. അവർ ഗവർണർക്കെതിരെ രൂക്ഷമായ അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മറ്റും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതത്തെക്കുറിച്ചും സാമൂഹ്യ ചുറ്റുപാടുകളെക്കുറിച്ചും അറിവും പാണ്ഡിത്യവുമുള്ള ഈ മനുഷ്യൻ പറഞ്ഞത് തീവ്രവാദ ഇസ്ലാമിസ്റ്റുകൾക്കും അവരെ അനുകൂലിക്കുന്നവർക്കും തീരെ ദഹിച്ചിട്ടില്ല എന്നർത്ഥം. ഒരു മുസ്ലിം മതവിശ്വാസിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇസ്ലാം മതത്തെക്കുറിച്ച് വിവരമില്ലെന്നും മുസ്ലിമിന് തന്നെ പേരുദോഷമെന്ന നിലയിലുമാണ് ഇവർ ഗവർണറെ ഇപ്പോൾ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിജാബ് ഒരു തെരഞ്ഞെടുപ്പല്ല, അടിച്ചമർത്തലാണെന്ന് മാത്രമേ ഗവർണർ ചൂണ്ടിക്കാട്ടിയുള്ളൂ. ഗവർണറുടെ പ്രസ്താവനയെ മുസ്ലിം സമുദായത്തിലെ നിഷ്പക്ഷരായ ആളുകൾ സ്വാഗതം ചെയ്യുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. വിദ്യാർത്ഥികളെ വിഭജിക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കി യൂണിഫോം വിദ്യാലയങ്ങളിൽ നിർബന്ധമാക്കുന്നത് തന്നെയല്ലേ നല്ലത്? തീവ്ര നിലപാടുകാരുടെ കക്ഷത്തിൽ ഇന്ന് രാജ്യം തലവെച്ചു കൊടുത്താൽ നാളെ മതവസ്ത്രങ്ങൾ ധരിച്ച് പോലീസിലും മറ്റ് ഇന്ത്യൻ സേനകളിലും ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഇത്തരക്കാർ വന്നാൽ ഗവൺമെന്റ് എന്തു ചെയ്യും? ഇതാണ് നാടിനെ സ്നേഹിക്കുന്ന പൊതുസമൂഹവും ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ചിന്തിക്കേണ്ടത്.